നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് അപ്ഡേറ്റ്സ് പറയാനാണ് പെട്ടെന്ന് വന്നിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട്. അതായത് ക്ലബ്ബുകൾക്ക് വേണ്ടി എസ്പെഷ്യലി ലിവർപൂൾ കേൾക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ 150 മില്യൺ യൂറോസിൽ തന്നെ ലെവർകൂസൻ ഉറച്ചു നിൽക്കുകയാണ്. 130 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ്, ആഡോൺസ് ഉൾപ്പെടെ വരുന്ന ഒരു പാക്കേജ് വിട്ടു. ലിവർപൂൾ ഒഫീഷ്യലി വിട്ടു, പക്ഷെ അത് റിജക്ട് ചെയ്തു എന്ന് പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. 150 മില്യൺ, അതും കുറച്ച് ആഡോൺസ് ഒക്കെ ഈസി ആയിരിക്കണം എന്നുള്ള ഡിമാൻഡ് അവർക്കുണ്ടെന്ന് കേൾക്കുന്നു. ആ പ്രൈസിന്റെ കാര്യത്തിലാണ് ഇപ്പം വിഷയത്തിരിക്കുന്നത്. കൂടാതെ ക്വാൻഷ, ഏലിയറ്റ് എന്ന് വന്ന 2 പ്ലേയേഴ്സിനെ ഡീൽസിൽ ഉൾപ്പെടുത്താനായിട്ടുള്ള ശ്രമവും ഇപ്പം പോസിറ്റീവായിട്ടല്ല നീങ്ങുന്നതെന്ന് കേൾക്കുന്നു. ആൻഡ് ബാർസലോണ ഫാൻസിന് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ജോൺ ഗാർഷ ഇപ്പം രാവിലെ ചില റിപ്പോർട്ടുകൾ ഫാബ്രീസിയോയുടെ ഭാഗത്തു നിന്നും മറ്റു മുണ്ടോടപ്പെട്ടവന്നൊക്കെ വന്നിരുന്നു. താരം എസ്പാനിയോളിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് താരത്തിന്റെ ഡിസിഷൻ കുറച്ചുകൂടെ ഒന്ന് ഡിലേ ചെയ്യും, മേ ബി പോസിറ്റീവായിട്ടുള്ള രീതിയിൽ, അഥവാ ക്ലബിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്ലബിനും ദോഷം വരാത്ത രീതിയിൽ ബാർസലോണ ഡീൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ വേണേ സമയമെടുത്ത് ആൾ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. പക്ഷേ ഇപ്പം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, സ്പോട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ ടൈംസ് ഈസ് അഗ്രി. റിപ്പോർട്ടുകൾ പ്രകാരം 2030 2031 വരെ കോൺട്രാക്ട് കാണുമെന്നാണ്. എക്സാക്ട് അറിയത്തില്ല, എന്തായാലും 2030 or 2031 ഒരു 5 year or 6 year കോൺട്രാക്ട്. കേൾക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 5+1 എന്ന് കേൾക്കുന്നുണ്ട്. 5 year ഗ്യാരണ്ടീഡ് 2030 വരെ, +1 more year ഓപ്ഷണൽ എന്ന് കേൾക്കുന്നു. കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നീങ്ങുവാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് ജോൺ ഗാർഷ ബാർസയുടെ ഒഫീഷ്യൽ പ്ലെയർ ആകും. എസ്പാനിയോളിന് 25 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസിൽ പേ ചെയ്യാൻ ബാർസലോണ റെഡിയാണ്. ജോൺ ഗാർഷ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. ഒഫീഷ്യൽ ആയിട്ടില്ല, ബട്ട് അഗ്രിയുടെതാണ് സ്പോട്ട് റിപ്പോർട്ട് ചെയ്തത്. ലെറ്റ്സ് സീ. എസ്പാനിയോൾ ലാസ്റ്റ് മൊമെന്റ് എന്തിനേലൊക്കെ ശ്രമിക്കുമായിരിക്കും. കേൾക്കുന്ന റിപ്പോർട്ടുകൾ എന്നാന്ന് വെച്ചാൽ ആർസണലും ടോട്ടനാം പോലത്തെ, ടോട്ടനാമിന്റെ പേരും കേട്ടിരുന്നു, ക്ലബ്ബുകളോട് ജോൺ ഗാർഷ റെസ്പോണ്ട് ചെയ്തു, അങ്ങോട്ടേക്കില്ല, ബാർസലോണ സെലക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ലെറ്റ്സ് സീ. കഴിഞ്ഞ ദിവസം ജോൺ ഗാർഷ ഈസ് എ ഗുഡ് ഗോൾ കീപ്പർ എന്ന് പെപ് ഗോർഡിയോള പറയുകയും ചെയ്തു. സിറ്റി ഇനി ഡീലിൽ, സിറ്റി ഇൻട്രസ്റ്റഡ് ആണ്, ബട്ട് സീരിയസ്ലി ഇനി ഡീലിലോട്ട് എൻ്റർ ആവോ അറിയത്തില്ല. എനിക്ക് ബാർസലോണ ഫാൻ എന്ന നിലയിൽ എനിക്ക് പേടിയുള്ളത് സിറ്റി ഡീലിലോട്ട് എൻ്റർ ചെയ്താലാണ്. കാരണം സിറ്റിയിലാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ചോയ്സ് ഗോൾ കീപ്പർ ആയിരിക്കും. മെറ്റി പറഞ്ഞ ക്ലബ്ബുകളിലൊക്കെ വിക്കാരിയോ ആണെങ്കിലും റയയൊക്കെ ആണെങ്കിലും കോമ്പറ്റീഷൻ കൊടുക്കാനുണ്ട്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്. സിറ്റി എൻ്റർ ആയ പേടിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അൽ നാസർ ഒരു വമ്പൻ ഡീല് പുൾ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് സാച്ച ടവലിയോറിന്റെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുള്ളി ഒരു ഹിറ്റ് ആൻഡ് മിസ് ആണെങ്കിലും ഈ വിൻഡോയിൽ പുള്ളിയുടെ പല കാര്യങ്ങളും കറക്റ്റായിട്ട് വരുന്നുണ്ട്. സാച്ച ടവലിയോർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അലഹാൻഡ്രോ ബസ്തോണിക്ക് വേണ്ടി ഒരു വമ്പൻ ബിഡ്, ഒരു വമ്പൻ പ്രപ്പോസൽ അൽ നാസർ മുമ്പിൽ വെക്കുമെന്നാണ്. കൂടാതെ ആളുടെ ഇപ്പോഴത്തെ കോച്ചായ ഇൻസാഗി ആണെങ്കിൽ വെനസ്ഡേ, അതായത് നാളെ കഴിഞ്ഞ് തൻ്റെ ഒഫീഷ്യൽ ഡിസിഷൻ എടുക്കും. ക്ലബ് വേൾഡ് കപ്പിന് മുമ്പ് അൽ ഹിലാലിൽ ജോയിൻ ചെയ്യണോ വേണ്ടയോ, അതോ ഇന്ററുമായിട്ട് ക്ലബ് വേൾഡ് കപ്പിന് വേണ്ടി പോകണോ എന്നുള്ളൊരു കാര്യം. ക്ലബ് വേൾഡ് കപ്പിന് ആൾ ഇന്ററിന്റെ കോച്ചായിരിക്കുമോ അൽ ഹിലാലിന്റെ കോച്ചായിരിക്കും, അതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. അൽ ഹിലാലിന്റെ വമ്പൻ ഓഫറാണ്, 200 മില്യൺ യൂറോസ് ആൾ 4 വർഷം കൊണ്ട് ഏൺ ചെയ്യും, അങ്ങനെ എങ്ങാണ്ടാണ് കേൾക്കുന്ന വാർത്ത. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. ആൻഡ് ബസ്തോണിക്ക് വേണ്ടി ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഫ്രണ്ടിൽ അൽ നാസർ പ്രപ്പോസൽ വെച്ചു എന്ന് ഫാബ്രീസിയോ റിപ്പോർട്ട് ചെയ്തു. കുറെ ഗ്യാരണ്ടീസ്, സൈനിങ്സിന്റെ കാര്യത്തിൽ കുറെ ഗ്യാരണ്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതിലൊന്നാണ് ഒരു അപ്കമിങ് യങ് സെൻസ്, അഥവാ ഒരു പ്രൂവൻ സെന്റർ ബാക്ക് കാണുമെന്നുള്ളൊരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ബസ്തോണിക്ക് വേണ്ടി അൽ നാസർ നീക്കം തുടങ്ങിയെന്നാണ് പറയുന്നത്. ബസ്തോണിയിൽ പുള്ളി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആന്റോണിയോ ഗ്രീസ്മാൻ ആണെങ്കിൽ 2027 വരെ കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. ആൾ MLS പോകുന്നൊക്കെ പല വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ആൾ കോൺട്രാക്ട് റിന്യൂ ചെയ്തു. ആൾ സാലറിയിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ക്ലബിന് വേണ്ടി നടത്തിയെന്ന് പറഞ്ഞ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് സീരിയസ്ലി വിൻഡോയിൽ ആക്റ്റീവാണ്. വെയ്ന, കോർഡോസോ, ഹിൻകാപ്പിയ ഡീലുകളിൽ ആക്റ്റീവ്ലി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗ്രീസ്മാന്റെ എക്സ്റ്റൻഷനും പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അതുപോലെ തന്നെ ഗ്യോക്കറസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ലിങ്ക്സും ഇപ്പം കാണുന്നുണ്ട്. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. ഇതൊക്കെയാണ് വരുന്ന ട്രാൻസ്ഫർ അപ്ഡേറ്റുകളും വാർത്തകളും. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ കെലഹർ മെഡിക്കലും കാര്യങ്ങളും എല്ലാം സെറ്റാണ്. 18 മില്യൺ പൗണ്ട്സിന്റെ ഒരു ടോട്ടൽ പാക്കേജ് അഗ്രി ചെയ്തിട്ടുണ്ട് കെലഹറിന് വേണ്ടി ബ്രൻഫോർഡ് ഫ്രം ലിവർപൂൾ. മെഡിക്കൽ ഇന്ന് കണ്ടക്ട് ചെയ്യും എന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. ഇപ്പം നിക്കോ വില്യംസ് ഡീലില് നിക്കോ വില്യംസോ അല്ലെങ്കിൽ സാനയോ, ഈ 2 പ്ലേയേഴ്സിലെ ഒരാളെ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആർസണൽ തുടങ്ങിയെന്ന് സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിക്കോ വില്യംസ് ആണ് മെയിൻ ടാർഗറ്റ്. ബട്ട് ഈ പ്രൈസ് ഈസ് ടു മച്ച്, സാലറി അഫോർഡബിൾ അല്ലെങ്കിൽ
ലിയോറോ സാനയാണ് ഓൾട്ടർനേറ്റീവ് എന്ന് കേൾക്കുന്നുണ്ട്. സാനയ്ക്ക് വേണ്ടി ടോട്ടനാമും രംഗത്തുണ്ട്. അതോടൊപ്പം ബാർസലോണ ഇന്റേണലി ടോക്സ് നടത്തിയിട്ടുണ്ട്. ബട്ട് നത്തിങ് പ്രോഗ്രസിങ്. ബട്ട് ഇന്റേണലി ബാർസയുടെ ഫസ്റ്റ് ചോയ്സ് ലൂയിസ് ഡിയാസ് ആണെന്ന് കേൾക്കുന്നുണ്ട്. റാഷ്ഫോർഡ് സെക്കൻഡ് ചോയ്സ് ആൻഡ് ലിസ്റ്റിൽ സാനയുടെ പേരും മാർട്ടിനെല്ലിയുടെ പേരും ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. സോ ആർസണൽ ഇപ്പം സെസ്കോ ഡീലിൽ സീരിയസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ടൈംസിൽ അഗ്രി ചെയ്തിരിക്കുകയാണ്. ഗ്യോക്കറസ് ഡീൽ ആർസണൽ വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ്സ് കൺഫേം. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.